Assalamualaikum. Welcome back to my channel. It's me, ഷാനു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന അസാധ്യ രുചിയായിട്ടുള്ള എന്റെ സ്പെഷ്യൽ കബ്സ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അതെ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ അടിച്ചിങ്ങനെ പൊട്ടിക്കുക. എങ്കിലും ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോയുടെ ബസ്മതി റൈസ് ആണ്. ഒരു 3/4 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അരി കഴുകിയതിന് ശേഷമാണ് ഞാനിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് അരി പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള രീതി അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാട്ടോ. അരി വേവിക്കാനുള്ള വെള്ളം കൂടെ വെച്ചെടുത്തിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാണ്. ഇതൊരു 2 കിലോ ചിക്കൻ ഉണ്ട്. നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുജീരക പൊടി, ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ലൈറ്റ് ആയിട്ടുള്ള മസാല ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല ഇവിടെ ചെയ്യുന്നത്, ഷാഡോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഷാഡോ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ചിക്കൻ നല്ല ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ചെറിയ പീസ് പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഞെട്ടിക്കളഞ്ഞ 8 പച്ചമുളക്, ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തിളച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഇപ്പുറത്ത് ഞാനൊരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 മാഗിന്റെ ക്യൂബ്, ഒരു വലിയ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള 1.5 പീസ് നേർങ്ങനെ അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 50 ഗ്രാമിന്റെ ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു 25 ഗ്രാമോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് കബ്സയുടെ പൊടി ചേർത്ത് എടുക്കാണ്. കബ്സയുടെ പൊടി ഞാൻ ലൂസ് ആയിട്ടാണ്ടോ വാങ്ങാറ്. ഞാൻ പാക്ക് ഒരിക്കലും യൂസ് ചെയ്യാറില്ല, കാരണം അതിന്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നീട് ഇതിലേക്ക് ഞാൻ പൊടിക്കാതെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാണ്. ഒരു 6 തക്കാളി ജ്യൂസ് ആക്കിയതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റൈസിലും ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നമ്മളെ റൈസൊക്കെ ഇവിടെ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഇതിന്ന് 2 കൊട്ട ഞാൻ വാർത്തെടുക്കുന്നുണ്ട്. പിന്നീട് 2-3 തിളയും കൊണ്ട് തിളച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ വാർത്തെടുക്കും. ഒരുപോലുള്ള വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 തരത്തിൽ നമ്മൾ വാർത്തെടുക്കുന്നത്. നമ്മുടെ മസാല അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പും മല്ലിയിലയും കൂടെ ചേർത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷാഡോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാ ചിക്കന്റെ മേലേക്കും ഗ്രേവി കാക്കി കൊടുക്കാം. നമ്മളിത് ഷാഡോ ഫ്രൈ ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് ഒരുപാട് ഇതിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചിക്കനിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമൊക്കെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് വാർത്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. പിന്നീട് 2ാമത് വാർത്തിട്ടുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ നമ്മളിതൊന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നീക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ റൈസിന്റെ വേവ് പാകം. ഒരു കയ്യിൽ ഫോൺ അതിനെക്കൊണ്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ വയ്യ. ഇനി ഇതിലേക്ക് നമ്മൾ ഞെട്ടി കളഞ്ഞിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടെ ഒന്ന് കുത്തി കൊടുക്കുക. അതിന്റെ സ്മെല്ലൊക്കെ വേറെ തന്നെ കേട്ടോ. ഒരു ഇത്തിരി കാഷ്യും കിസ്മിസും കൂടെ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള കപ്സിന്റെ പൊടിയും കൂടെ ഇതിന്റെ മേളിലേക്ക് വെതറി കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചെടുക്കാം. ചിക്കൻ ആയാലും റൈസ് ആയാലും ഒക്കെ നല്ല വേവായിട്ടുള്ളതാണ്. അപ്പം അധികം നേരം താഴെ കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. കബ്സയുടെ ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക്, 3 തക്കാളി, 1 സവോള, കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി കൊണ്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ അവസാനം യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, അടിച്ച് മൂക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അസാധ്യ രുചി എന്ന് മാത്രമുള്ള എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും അസാധ്യ രുചി തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കബ്സ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട്. ഞാൻ വെറുതെ കപ്പലൊന്നും ഓടിക്കുന്നില്ല, ഇത് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ബാക്കി കാര്യമുള്ളൂ. അപ്പം ഞാൻ ചട്നിയൊക്കെ ഒഴിച്ച് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ പീസും ഒക്കെ കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു വെക്കണേ. എനിക്ക് വാക്കുകളില്ല, സത്യം പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പച്ചമുളകും കൂടി കഴിച്ചു വെക്കണം കേട്ടോ. യമ്മി, സോ യമ്മി, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. വായ നിറയെ പുണ്ണാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയതാണ്. ഏതായാലും മൊത്തം ഞാൻ കഴിച്ചു തീർക്കാനേ.